ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റെയിൻബോ പ്ലാന്റർ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ ഹാർവെസ്റ്റിംഗ് ആണ്. എത്ര ചെറുതായിരുന്നാലും എനിക്കതിൽ ഒത്തിരി സന്തോഷം ഞാൻ കണ്ടെത്തുന്നുണ്ട്. കാരണം അതിൽ വിഷമില്ലാത്ത കുറച്ചെങ്കിലും വെജിറ്റബിൾ നമുക്ക് ജീവിതത്തിലെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നത് ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് കൂട്ടുകാരായിട്ട് പങ്കുവയ്ക്കുമ്പോൾ എനിക്കതിലൊരു സന്തോഷമുണ്ട്. കാരണം ഞാനിത് ചെയ്യുന്നത് കണ്ട് ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ചെയ്യാൻ സാധിച്ചാൽ അതെൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കണക്കാക്കും. രണ്ടാം ഘട്ട കൃഷിയിലെ ആദ്യത്തെ പയർ വിളവെടുപ്പാണ്. ഇതിലൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഞാൻ ചെയ്ത കൃഷിയിൽ വള്ളികളൊക്കെ നല്ല രീതിയിലൊന്ന് വീശി അത് ഒരുപാട് വള്ളികളൊക്കെ ആയതിന് ശേഷമാണ് പയറുകളുണ്ടായത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വിളവെടുക്കാൻ സാധിച്ചത്. പക്ഷേ ഇതങ്ങനെയല്ല, വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഒത്തിരി പയറുണ്ടായി. അപ്പം എനിക്കത് സന്തോഷമായി. പക്ഷേ ഇത് വള്ളിപ്പയറിലെ മീറ്റർ പയറാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് വളർന്നു വന്നപ്പോഴാണ് മനസ്സിലായത്. അതിനോടൊപ്പം ഈ പാവയ്ക്ക കൂടെ അങ്ങ് പടർന്ന് കയറിയത്. വളരെ ചെറിയ ഒരു പന്തലാണ് കേട്ടോ, ഒരു വലയും അതിൽ 3 കമ്പും കൂടെയാണ്, 3-4 കമ്പ് കൊടുത്ത് ഒരു ചെറിയ പന്തൽ പോലെയാണ് ഇത് സെറ്റാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് പറ്റില്ല. കോവയ്ക്ക, പയർ, പാവയ്ക്ക, അപ്പോൾ ഇത് 3ഉം കൂടെ ഈ ഒരു പന്തലിൽ കയറില്ല. അപ്പോൾ അതിന് ഇനി ഒരു പന്തൽ തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കുന്നതാണ്. കാരണം നമ്മളിങ്ങനെ വിഷം പൈസ കൊടുത്ത് വാങ്ങി വീട്ടുകാർക്ക് കുട്ടികൾക്കും കൊടുക്കുന്നത് ചെറിയ രീതിയിലെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റിയാൽ അത്രയും വലിയ കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് ചെറുതായിട്ടൊന്ന് മുറ്റിപ്പോയി, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ചെറുപയറൊക്കെ ഇട്ട് തോരൻ വയ്ക്കുമ്പോൾ ഇതിൻ്റെ പയർമണികൾ അതിനോടൊപ്പം ഇട്ട് തോരൻ വെച്ചാൽ അറിയാൻ പറ്റില്ല. അത്രയെങ്കിലും കുറച്ച് വിഷമല്ലേ നമ്മുടെ ശരീരത്തിൽ കയറുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കുറച്ചെങ്കിലും ചീര, പയർ, കോവയ്ക്കൊക്കെ നമുക്ക് എപ്പോഴും വിളവ് തരുന്ന ഒന്നാണ്. നിത്യവഴുതന, കോവയ്ക്ക, പാവയ്ക്ക, ഇതൊക്കെ വളരെ പെട്ടെന്ന്, എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പയർ കിട്ടി. ഇപ്പോൾ അത്യാവശ്യമുള്ളത് മാത്രമാണ് ഞാൻ പറിച്ചത് കേട്ടോ. അപ്പുറത്തെ സൈഡും കുറച്ച് നിൽപ്പുണ്ട്. ആവശ്യത്തിന് വരെ പറിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. നമുക്ക് പല അസുഖങ്ങളും പ്രതീക്ഷിക്കാതെയാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു കാരണം ഭക്ഷണവും കൂടെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ഫ്രഷായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടി ശീലിക്കണം. ഫ്രിഡ്ജ് വെച്ചുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഒഴിവാക്കണം. ഇതിൽ എൻ്റെ അടുക്കളത്തോട്ടത്തിൽ ഏറ്റവും ആകർഷണീയമായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഈ വഴുതനങ്ങ. ഇതിൽ 2 മതി ഒരു ഫാമിലിക്ക്. ഒരു സവാളയും ഒരു തക്കാളിയും കൂടി ഇട്ട് ഒരു ചെറിയൊരു എഴുക്കുരുട്ടിക്ക് സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഇത് ഇനിയും നിർത്തിയാൽ കുറച്ചും കൂടെ വലുതാവും കേട്ടോ. ഞാനിത് മുറ്റിപ്പോയാലോ എന്ന് വിചാരിച്ചാണ് പെട്ടെന്ന് പറിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴും എനിക്ക് വിളവെടുത്തപ്പോൾ ഇതിൻ്റെ വലിപ്പം എത്രയാണെന്ന് എനിക്ക് എടുക്കാൻ മറന്നു കേട്ടോ. എൻ്റെ നീളം എത്രയാണെന്നുള്ളത് സ്കെയിൽ വെച്ച് നോക്കാൻ വിട്ടുപോയതാണേ. ഇതൊക്കെ നമുക്ക് നിസ്സാരമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ. നമ്മളൊന്നും വലുതായിട്ട് വിചാരിക്കില്ല. നമ്മളെ കൊണ്ട് സാധിക്കുന്ന കൊച്ചു കാര്യങ്ങളാണ്. പക്ഷേ ഇതിൽ ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട്. മനസ്സിലായി കാണുമല്ലോ. വിഷമില്ലാത്ത വെജിറ്റബിൾസ് നമുക്ക് ശരീരത്തിനകത്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ആഹാരമാണ് മരുന്ന് എന്ന് പറയുന്നത്. നമ്മൾ മരുന്നിനെ ആഹാരം പോലെ കഴിക്കുന്നതിനേക്കാളും ആഹാരത്തിന് മരുന്ന് പോലെ കഴിക്കുകയാണെങ്കിൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യം നമുക്കുണ്ടാകില്ല. അത്രയും നമുക്ക് ശരീരത്തിന് ആരോഗ്യവും കിട്ടും. അതുകൊണ്ട് മാക്സിമം എല്ലാവരും കുറച്ചെങ്കിലും വെജിറ്റബിൾസ് നമുക്കൊണ്ട് പറ്റുന്നത്, ചീര, വെണ്ടയ്ക്ക, വഴുതനങ്ങ, ടൊമാറ്റോ, അതുപോലെ തന്നെ എപ്പോഴും നമുക്ക് കിട്ടുന്ന കോവയ്ക്ക, നിത്യവഴുതന, ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഗാർഡനിൽ ചെറുതായിട്ടെങ്കിലും ഉൾപ്പെടുത്തിയാൽ ഇന്നും നമുക്ക് വിഷമില്ലാത്ത കുറച്ചെങ്കിലും വെജിറ്റബിൾസ് ഉൾപ്പെടുത്താം. ചീരയൊക്കെ നമ്മൾ ചുമ്മാ ഒത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാലും നന്നായിട്ട് വരും. കണ്ടില്ലേ, നമ്മുടെ കയ്യിൻ്റെ മുട്ടിൻ്റെ അത്രത്തോളം വലിപ്പമുള്ള വഴുതനങ്ങ. അപ്പോൾ മനസ്സിലാക്കാൻ എത്രമാത്രം നല്ലതാണ്. അല്ലെങ്കിൽ ഈ കാന്താരി മുളക് ഞാനിത് അച്ചാറിനിടും, തോരൻ വയ്ക്കാൻ എടുക്കും.
പിന്നെ നമ്മുടെ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരയ്ക്കുമല്ലോ, ഇനി ഒരു 5-6 മുളകും കൂടെ ഒക്കെ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് എരിവ് ഇഷ്ടമുള്ളവർക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കൊളസ്ട്രോളൊക്കെ കുറയാനൊക്കെ കാന്താരി മുളക് അത്രയും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കുറച്ചൊക്കെ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തണം. പച്ചമുളകിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമടിച്ച് വരുന്നത്. പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇതുപോലെയുള്ള സാധനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിഷമടിച്ച് വരുന്നത്. അപ്പോൾ ഒരു 3-4 ചട്ടികളിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗുകളിലോ തറയിലോ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള മുളക് നമുക്ക് കിട്ടും. അപ്പോൾ എനിക്കിപ്പോൾ ചെറിയ തൈകളിൽ നിന്ന് തന്നെ മുളകൊക്കെ കിട്ടാൻ തുടങ്ങി. ചെറിയ വഴുതന തൈയിൽ നിന്ന് തന്നെ വഴുതനങ്ങ കിട്ടുന്നു. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓർഗാനിക്കായിട്ടുള്ള രീതിയിൽ ഫെർട്ടിലൈസറൊക്കെ ഉപയോഗിച്ചാണ്. നമ്മളെ വേപ്പിൻ പിണ്ണാക്ക്, അതുപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം, വെളുത്തുള്ളി മിശ്രിതം, കാന്താരി മിശ്രിതം ഇതൊക്കെ ഇതിനൊഴിച്ചിട്ടാണ്. ഇതാണ് നമ്മുടെ രമ്പയില. ഇത് ഞാൻ വെജിറ്റബിൾ കറി വയ്ക്കുമ്പോൾ, അതുപോലെ തന്നെ ചിക്കൻ കറി, അങ്ങനെയൊക്കെ എല്ലാത്തിനും ഈ ഇല ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ബിരിയാണിക്ക് ഇതെന്നും പറയും. അപ്പോൾ ഇത് ഇത്രയാണ് എനിക്കിന്ന് ഹാർവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത്. ഇത്രയും എനിക്ക് ഒരു ദിവസത്തേക്ക് മെഴുക്കുവരട്ടിക്കും തോരത്തിനുമായി. അപ്പോൾ ഇതുപോലെ എല്ലാ കൂട്ടുകാരും ഇന്ന് കൃഷി ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ച് അപ്ഡേഷനാണ്. ഇത് മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് ഞാൻ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് അമരയ്ക്ക ഞാനൊന്ന് ഫുള്ളൊന്ന് പ്രൂൺ ചെയ്തു. പ്രൂൺ ചെയ്തതിന് ശേഷം രണ്ടാമത് മുളച്ച് വന്നതും ഫുള്ളും ബഡ്സുകളാണ് കേട്ടോ, എൻ്റെ മുട്ടുകളാണ്. അപ്പോൾ അതിന് ചെറുതായിട്ട് കാ പിടിക്കാൻ തുടങ്ങി. ഓരോന്നും ഓരോ പൂവിലും ഓരോ കായലുണ്ടാകുന്നുണ്ട്, കൊഴിഞ്ഞു പോകുന്നില്ല. അതിന് ഞാൻ ചെയ്യുന്നൊരു വളമുണ്ട്, നിസ്സാരം, ഞാൻ എപ്പോഴും കാണിക്കുന്നത് തന്നെയാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യാം, അതെടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ചെയ്യാം. അപ്പോൾ ഇത് പഴയതിൻ്റെ കൂടെ പുതിയ ഞാൻ വിത്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഓരോന്നും വരുന്നത് മുട്ടുകളാണ്. ആ ഓരോ മുട്ടുകളും കായാവുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ സക്സസ് എന്ന് പറയുന്നത്. കെമിക്കൽ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് കൃഷി ചെയ്യാവൂ എന്നുള്ള ഒരു മനോഭാവം നമ്മൾ ആദ്യം ഒഴിവാക്കുക. അങ്ങനെയെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ച് കഴിക്കാം. ഇത്രയും കഷ്ടപ്പെടേണ്ട ഒരാവശ്യമില്ല. പിന്നെ മനസ്സിന് സന്തോഷം, കുടുംബത്തിന് നമുക്ക് വിഷമമില്ലാത്തത് കുറച്ചെങ്കിലും കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളൊരു മനസ്സിനൊരു സമാധാനവും ഇതിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാ കൂട്ടുകാരും റെയിൻബോ പ്ലാന്റ് എന്ന ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യണം മാക്സിമം. നമുക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഓർഗാനിക് കൃഷി ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, താങ്ക് യു.